ഇന്ന് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഒരു കാലാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും ഇന്ന് സുലഭമാണ്. ഒരുപാട് ജനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഫുൾ ചാർജിൽ ഒരുവിധം കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ EV ഇറങ്ങുമ്പോഴും കുറേ കൂടി അപ്ഗ്രഡേഷൻ വരുന്നുണ്ട് അതിൻ്റെ പെർഫോമൻസിൽ. ഇത് സാധിക്കുന്നത് അതിൽ ബാറ്ററിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ ഈ ബാറ്ററി പ്രവർത്തിക്കുന്നതെന്ന്? ആരാ ഇത് കണ്ടുപിടിച്ചതെന്ന്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഒരു ഇലക്ട്രിക് ഈല് കാരണമാണ് ബാറ്ററി ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ നാച്ചുറൽ ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഈലുകൾ 1700 കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞരെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിയാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാണല്ലേ കറണ്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ഈലുകൾ വളരെ നിഷ്പ്രയാസം ഇര പിടിക്കാനും അപകടം ഒഴിവാക്കാനും വേണ്ടി ഇലക്ട്രിക് ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അലക്സാൻഡ്രോ വോൾട്ടയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരാണ്. ഇലക്ട്രിക് ഈലുകൾക്ക് നാച്ചുറലായി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലായി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിക്കൂടാ? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് കാണുന്ന ബാറ്ററികളുടെ മുതുമുത്തച്ഛനും ഫസ്റ്റ് കെമിക്കൽ ബാറ്ററിയായ വോൾട്ടായിക് പൈൽ നിർമ്മിക്കാൻ കാരണമായത്. അങ്ങനെ ഇരിക്കെ 1780 ഇറ്റാലിയൻ സയന്റിസ്റ്റായ ലഗി ഗൽവാനി പുതിയൊരു വഴിത്തിരിവായി വരാണ്. അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്യാൻ കീറി മുറിച്ചൊരു തവളയുടെ കാലിൽ കോപ്പറും സിങ്കും മെറ്റൽ വെച്ച് തൊട്ടപ്പോൾ പെട്ടെന്ന് അത് അനങ്ങി. അപ്പൊ അദ്ദേഹം കണ്ടെത്താണ് ഈലുകൾക്കുള്ളതുപോലെ തവളകളുടെ ഞരമ്പുകളിലൂടെയും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന്. അതായത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജീവിയുടെ ഉള്ളിൽ തന്നെയാണെന്നാണ് അദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കിയത്. ഇതിനെ ആനിമൽ ഇലക്ട്രിസിറ്റി എന്നാണ് ഗാൽവനി വിളിച്ചത്. ഈ കണ്ടെത്തലാണ് പിന്നീട് ബയോ ഇലക്ട്രിസിറ്റി കണ്ടെത്താനും ഇടയാക്കിയത്. ജീവനുള്ള കോശങ്ങളോ ജന്തുക്കളോ ജീവികളോ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് കറണ്ടുകളെയാണ് നമ്മൾ ബയോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഗാൽവനി പറഞ്ഞ കാര്യങ്ങളെ അലക്സാൻഡ്രോ വോൾട്ട ചലഞ്ച് ചെയ്തു. അദ്ദേഹം പറയുന്നത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജീവിയിൽ നിന്നല്ല, മറിച്ച് മെറ്റൽസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഈ ഇലക്ട്രിക് ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അലക്സാൻഡ്രോ വോൾട്ട ഇലക്ട്രിക് ഈലുകളെ പറ്റി വിശദമായി പഠിച്ചു. ഇലക്ട്രിക് ഈലുകളുടെ ശരീരത്തിൽ 1000-ൽ പരം ഡിസ്ക് ഷേപ്പിൽ പരന്നിരിക്കുന്ന ഇലക്ട്രോസൈറ്റ് സെല്ലുകളുണ്ട്. ഏകദേശം 80% ഈലുകളുടെ ബോഡി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോസൈറ്റ് മസിൽ സെൽസ് വെച്ചിട്ടാണ്. ഒരു ഇലക്ട്രോസൈറ്റ് സെല്ലിന് 0.15 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 6000-ഓളം ഇലക്ട്രോസൈറ്റ് സെല്ലുകളുള്ള ഇലക്ട്രിക് ഈല് 600 മുതൽ 800 വോൾട്ട് വരെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വെച്ചാണ് അവർ ഇര പിടിക്കുന്നതും അപകടം ഒഴിവാക്കുന്നതും നാവിഗേറ്റ് ചെയ്യുന്നതൊക്കെ. ഓരോ ഇലക്ട്രോസൈറ്റ് സെല്ലും ഓരോ ബാറ്ററി പോലെയാണ്. ഇത് മനസ്സിലാക്കിയ അലക്സാൻഡ്രോ വോൾട്ട ആർട്ടിഫിഷ്യലായി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനായി 2 മെറ്റൽസ് അലക്സാൻഡ്രോ വോൾട്ട തിരഞ്ഞെടുത്തു, സിങ്കും കോപ്പറും. ഇത് വെച്ച് അദ്ദേഹം ബാറ്ററി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഏറ്റവും അടിയിൽ കോപ്പർ ഡിസ്ക് വെച്ച് അതിന് മുകളിൽ ഉപ്പുവെള്ളത്തിലോ വിനാഗിരിയിലോ ഡൈല്യൂട്ട് ചെയ്ത ഏതെങ്കിലും ആസിഡിലോ മുക്കി വെച്ച തുണിയോ കാർബോ ഡിസ്കോ ഇലക്ട്രോലൈറ്റായിട്ട് വെച്ച് അതിൻ്റെ മേലെ സിങ്ക് ഡിസ്കും വെച്ച് ഈ ഒരു സീക്വൻസ്, അതായത് കോപ്പർ ഇലക്ട്രോലൈറ്റ് സിങ്ക്, അത് റിപ്പീറ്റ് ചെയ്ത് ഒരു പൈല് പോലെ സ്റ്റാക്ക് ചെയ്തു. റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉള്ള ഈ സ്റ്റാക്കിനെയാണ് നമ്മൾ വോൾട്ടായിക് പൈൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കെമിക്കൽ ബാറ്ററി. ഈ പൈലിന് ഒരുവിധ ഉയരാവുമ്പോൾ അത് സ്റ്റഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സിങ്ക് കോപ്പറിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആണ്. അത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്, ആനോഡാണ്. അപ്പോൾ ഓക്സിഡേഷൻ വഴി സിങ്ക് ഇലക്ട്രോൺസ് ലോസ് ചെയ്യും. എന്നാൽ കോപ്പർ പോസിറ്റീവ് ഇലക്ട്രോഡാണ്, കാഥോഡാണ്, ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുന്ന ഒന്നാണ്. സിംഗിലെ നെഗറ്റീവ് അയോൺസ് ഒരു എക്സ്റ്റേണൽ വയർ വഴി പോസിറ്റീവ് അയോൺസ് എമിറ്റ് ചെയ്യുന്ന കോപ്പറിലേക്ക് ഫ്ലോ ചെയ്യും. ഇതാണ് ഇലക്ട്രിക് കറണ്ട്. ശരിക്കും ഇലക്ട്രോലൈറ്റ് ആണ് ഈ അയോൺസ് മൂവ് ചെയ്യാനും ചാർജ് ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. ഈ ഒരു വോൾട്ടായിക് പൈലിൻ്റെ ഇൻവെൻഷനാണ് നമ്മൾ ഇന്ന് കാണുന്ന ബാറ്ററിയിലേക്ക് നയിച്ചത്. അപ്പോൾ ബാറ്ററിയുടെ കണ്ടുപിടുത്തവും ഫംഗ്ഷനിങ്ങും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനി കാണുന്നതുവരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.